ഭയങ്കര തണുപ്പാണ്. ഷോപ്പിംഗ് നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഗ്രാമക്കാഴ്ചകൾ, മണാലിയിലെ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഗ്രാമക്കാഴ്ചകൾ. ഇതാണ് ഇതുവരെ ഒരു യൂട്യൂബ് ചാനലും കാണിക്കാൻ ധൈര്യപ്പെടാത്ത സ്ഥലമാണ്. ഇതുവരെ എക്സ്ക്ലൂസീവാണ് സത്യത്തിൽ. മലയോര പ്രദേശം മണാലിയുടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ മിനിമലായിട്ട് ജീവിക്കുന്ന നാട്ടുപ്രദേശത്തിലേക്കുള്ള ഒരു യാത്ര. ഇറങ്ങാൻ പോണോ? ഒരു ആന്റി വന്ന് എന്നെ പൊക്കി വന്നു. അയ്യേ, ഇത് സ്കൂളാണൊക്കെ. ഗൈസ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ കാഴ്ചകൾ. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കല്ലുകളിൽ കമ്പി വെച്ച് കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് മാത്രവുമല്ല, ഈ വെള്ളം ആ മലയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതാണ്. ഐസ് ഉരുകിയിട്ട് വരുന്നതാണ്. ആരൊക്കെ അവിടെ വീട് പണി ഇവിടുത്തെ പക്ഷെ ഇവിടെ സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട്. വണ്ടി വരും. പാടുകളുണ്ട്. ഇവിടെ ആൾവാസമുള്ള സ്ഥലമാണ് കേട്ടോ. തെങ്കാശി കീഴേ കളമ്പുളിയത്തില് ഒരു കോട്ടൺ കൃഷിയാണ്. ബേസിക്കലി ഇതപ്പോ കോട്ടൺ അമ്മാമേരെ അനിയത്തി, അവരുടെ പേര് ലിസി. എനിക്ക് സബർജില്ലി തോട്ടമുണ്ട് മൂന്നാറിൽ 4 ഏക്കർ. എനക്ക് വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ഞങ്ങളുടെ ഈ സ്ഥലമൊക്കെ നമ്മളതായിരുന്നു. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടേതായിരുന്നു. പിന്നെ എന്റെ അച്ഛന് ഇച്ചിരി പ്രശ്നങ്ങളും സാമ്പത്തിക ഇഷ്യൂസ് ഒക്കെ വന്നപ്പം ഇവിടെ നിന്ന് വിറ്റാണ് താമസിച്ചത്. കുഴപ്പമില്ല, ഇപ്പൊ സാമ്പത്തിക സ്ഥിതി ഒക്കെയാണ്. ഒരു സൈഡിൽ നിന്ന് ലോഗോ ഒന്ന് കണ്ടു. ജാക്കറ്റിന്റെ ലോഗോ, പുതിയ ലോഗോയാണ്. പുലി വാന്തിയ പാടാ, സൈഡും വാന്തിയല്ലേ? ഇത് ഒരു പേരിലോണ്ട് ഇങ്ങനെ അതിന് അടിച്ചു തറയിട്ടു. കിട്ടി. ഇത് സത്യത്തിൽ നമ്മളെ നാട്ടിൽ കാണുന്ന നാടൻ കല്ലല്ല. ഇത് നാട്ടിൽ കാണുന്ന നാടൻ കല്ലാണ്. ഇവിടത്തെ നാടൻ കല്ലാണ്. ഇത് ഇത് എറിഡിയാണ് സത്യത്തിൽ. അത് നോക്കി ആ കല്ലേറി. പണ്ട് ലാവ ഒലിച്ചിറങ്ങി പിന്നെ ഐസായ കല്ലുകളാണ്. തന്നെയല്ല, ലാവ ഒലിച്ചിറങ്ങി ഐസായിട്ട് പിന്നെ പൊട്ടിക്കുമ്പോ ഇങ്ങനെ വരും. കൊണ്ടുപോയാലോ ബാഗ് ഇട്ടു. ഇത് നീ ഇട്ടോ. അല്ലല്ല, ഇത് അതൊന്നും അല്ലല്ലേ. നീ മാറി തല ഇപ്പൊ നിന്റെ പൊളി. ഇനി അറിയണ്ടേ? ഇത് കൊള്ളാളിയാ. ഇത് നിങ്ങളെ വീട്ടിൽ ഉമ്മുമ്മമാരോ ഉപ്പാപ്പമാരോ അമ്മൂമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ മുറുക്കാൻ നല്ല കൊടുക്കാവുന്നതാണ്. അടിപൊളി നല്ല ഗാഡ്ജറ്റാണ്. നമ്മളുടെ ഓൺലൈൻ ഷോപ്പിൽ ഉടനെ കൊണ്ടുവരുന്നതാണ്. വെറും 999 മാത്രം. ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ബൈ മണാലി. ഫ്രീ ഡെലിവറി. ഫ്രീ.
ഹോൾ വേൾഡ് ഹോൾ വേൾഡ് കാരണം ഇത് നമ്മളിനി അങ്ങോട്ടാണ് പോണത്. നമ്മളിപ്പോ നടന്ന് മിക്കവാറും അല്ല നമ്മൾ ഇങ്ങോട്ടല്ലേ നടക്കണം, അങ്ങോട്ടാണ് നമ്മൾ പോവാം. കാരണം ഫോണിൽ ചാർജും കുറവാണ്, കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ നമ്മള്. കാരണം ഫോണൊന്നും എടുത്ത് ഒരു ഫോണേ ഉള്ളൂ. നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോ നമ്മൾ എന്തെങ്കിലും ഐസ് വാരല്ലേ, ഐസ് വാരി കൊണ്ട് കുറച്ച് വീഡിയോസ് മാത്രമേ വരൂ. കാരണം ബാക്കിയുള്ളത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പാടില്ല. അത്രയ്ക്ക് വിഷ്വൽഡ് വീഡിയോസ് ആണ് നമ്മളുടെ, അത്രയ്ക്ക് റിയലിസ്റ്റിക് വീഡിയോസ് ആണ്. അപ്പോൾ കുറേയൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളും വന്ന് കാണണം അല്ലേ. നമുക്കിനി ഈ കല്ല് വെള്ളത്തിലോട്ട് എറിഞ്ഞു നോക്കാം. അഫ്സൽ എറിഞ്ഞ കല്ല് ഞാൻ ഇനിയാണ് നിങ്ങളുടെ ഇത്. ഈ കല്ല് ഇവിടെ വന്ന് എടുത്തിട്ട് വീഡിയോ ഇടുന്ന ആൾക്ക് ലൈഫ് ടൈം സെറ്റ് ഐഫോൺ 16 Pro 17 Pro ഇറങ്ങണ പ്രോ എല്ലാം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ കാണിച്ചു സ്ഥലം ഇവിടെ ഇതാണ് കല്ല്. ഇത് അഥവാ എടുത്താലും അല്ല എടുക്കൊന്നുമില്ല, സ്ഥലമൊന്നുമില്ല. കാരണം ആൾക്കാർക്ക് എടുക്കാൻ വിശാഖ അറിയാൻ പോണത് കിട്ടിയില്ല. ഇത് കൊടുക്കണ്ട, വേറെ അതറിയണ്ട. ഈ നിങ്ങളെ വീട്ടിലൊക്കെ ഈ ചില പുതിയ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ക്യാഷിന്റെ അതിപ്രസരം കൊണ്ട് വീടിന്റെ സൈഡിലൊക്കെ കല്ല് നിറയ്ക്കുന്ന പരിപാടി. ഇവിടെ വന്ന് എടുത്താൽ സത്യം ഞാൻ അങ്ങനെ എറിഞ്ഞതാണ്. രേണുക ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ ചാനലിന്റെ പേര് എന്താണ്? കാണുമ്പോഴേ കാണാൻ അറിയോ ആ അവർ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടോ? ഏതാണ്? അപ്പൊ അറിയാം. ലിങ്ക് അയച്ചോറ. യുണീക്ക് പേരാണ്. ഇല്ല അപ്പൊ പൗസ് ചെയ്യാം. ചായ കുളു ചായ കോഫി. ഇത് കണ്ടാ കോഫി വെച്ചാണ് മണ്ടയിൽ ഇട്ടിട്ടുണ്ട്, പൊടി ഇട്ടിട്ടുണ്ട്, വിതറിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തോ? കോഫി ഉള്ളാടാ. വേണ്ടേ കോഫി നല്ല കോഫി. അങ്ങനെ ഫൈനൽ ഡേ ആണെന്ന്. ഞങ്ങൾ ഇത്തിരി വിഷമ സമേതമാണെങ്കിലും ഇന്ന് ഡൽഹിയിൽ നിന്ന് വിടവാങ്ങാൻ പോവുകയാണ്. നമ്മളെ ലാസ്റ്റ് ഹോട്ടലിൽ നിന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി കുത്തമ്പനാറുള്ള കാഴ്ചകളുണ്ട്, അതുടനെ വരും. ദിവസങ്ങൾ മിന്നൽ വേഗതയിൽ കഴിഞ്ഞു പോയിരിക്കുന്നു അല്ലേ അനഫേ? വളരെ മനോഹരമായ കാഴ്ചകളും ഓർമ്മകളും പങ്കുവയ്ക്കാനായി ഇനിയും ഞങ്ങൾ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. സൈനിങ് ഓഫ്. അങ്ങനെ ഫൈനലി കുത്തബ് മിനാർ നമ്മുടെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ ഡോക്യുമെന്റ്. ഇതാണ് നമ്മളെ മെയിൻ എഡിറ്റർ. നമസ്കാരം. കുത്തബ് മിനാർ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. സമയപരിധി കൊണ്ട് നമുക്ക് അടുത്ത് പിന്നെ ചെയ്യാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡൽഹി വിട്ട് പോകാൻ പോവുകയാണ്. നിമിഷങ്ങൾക്കകം നമ്മളിവിടെ നേരെ ഡൽഹി വിട്ട് തിരിച്ച് കേരളത്തിലേക്ക്. ഇതാണ് കുത്തബ് മിനാർ കേരള എക്സ്പ്രസ്. അപ്പം പറ്റുമെങ്കിൽ ട്രെയിനിലെ കുറച്ച് കാഴ്ചകൾ അതിവിടെ വേറൊരു കാഴ്ചകളുടെ കുറിച്ച് പറഞ്ഞതായിരുന്നു. ആരാണെന്തോ ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. അങ്ങനെ
പരിചയപ്പെട്ടതാവാനാണ് സാധ്യത. ഓക്കെ ഗൈസ്, ട്രെയിനിൽ വൈബ്. സീറ്റ് പോലും കൺഫേം ആയില്ല. 6 സീറ്റ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് മുടിഞ്ഞെടുത്ത് വി ആർ ഗോയിങ് ടു ട്രിവാൻഡ്രം. അല്ല, നമ്മുടെ കുറച്ച് തമിഴ് ഫ്രണ്ട്സായെടുത്ത് പോയി, അവരെല്ലാം പോയി. അങ്ങനെ ഫൈനലി സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞ, സന്തോഷവും സങ്കടവും വിഷമങ്ങളും നിറഞ്ഞ് നമ്മളുടെ ട്രിപ്പ് പുതിയ പോവാൻ ഇനി ഏതാനും 10 മണിക്കൂറുണ്ട്. എന്നാലും അതിന് മുന്നോടിയായി എടുത്തൊരു വ്ളോഗാണ്. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടൊരു വ്ളോഗ് എടുക്കും. റിയാക്ഷൻ കിട്ടി കൊള്ളാം. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടത്തോടെ ഞങ്ങളുടെ 10 ദിവസത്തെ യാത്ര, സങ്കടവും സന്തോഷവും ഒക്കെ നിറഞ്ഞ യാത്ര. എല്ലാവരും സിക്കായി. ഒന്നാമത്തെ കേസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് കാണി. എന്താ കാത്തിരടിയില്ലേ സാർ? എന്താ സന്തോഷം, വെற்றி, തോൽവി, ഉറവകൾ, എന്താ ടൂർ തീർന്നിരിക്കുന്നു. ഐവിയെ തീർന്നിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ട്രിപ്പ് അടുത്ത വിശേഷങ്ങളായി അടുത്ത ട്രിപ്പിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.